പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആറാം ഡൈവ് ഇപ്പോൾ നടക്കുകയാണ്, പൂർത്തിയാക്കിയിട്ടില്ല, ക്ഷമിക്കണം. കാരണം ആ ബോട്ടിലേക്ക് തിരികെ കയറിയിട്ടില്ല. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് കയറാതെ കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്താണ്? സ്വാഭാവികമായും അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങളായിരിക്കും. ഈ P3-യിൽ നിന്ന് P4-ലേക്കുള്ള കുറച്ച് ദൂരം, അവിടെയാണ് പ്രധാനമായും അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നത്, പരിശോധിക്കുന്നതിനുള്ള ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും കാർവാർ MLA, കാർവാർ SP, അതേപോലെ കാർവാർ DC ജില്ലാ കളക്ടർ, ഇവരുടെ 3 പേരുടെയും ഇച്ഛാശക്തിയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയെ ഇവിടേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. സമയം പോവുകയാണ്, രാത്രിയാവുകയാണ്. ഇന്നത്തെ പ്രതീക്ഷയും പതുക്കെ പതുക്കെ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അസ്തമിച്ചു വരുന്നു. നാളെ വീണ്ടും പുതിയൊരു പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകളല്ല, ഈശ്വർ മാൽപ്പെ തന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസായി നമുക്ക് കരുതാൻ കഴിയും. ആ സംഘത്തിന്റെ കോൺഫിഡൻസ് ആണ് അവർ വന്ന് 1 മണിക്കൂർ തികയും മുൻപ് അവർക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. നേവിയുടെ ടെക്നിക്കൽ അനുമതിക്കൊന്നും കാത്തു നിൽക്കാതെ കാർവാർ MLA യുടെയും കാർവാർ